ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ തന്നെ രണ്ട് ഡിസൈൻസാണ് ഇന്നത്തെ വീഡിയോയിലും കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റെഡ് ഷെയ്ഡും യെല്ലോ ഷെയ്ഡുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് രണ്ടും ഓരോ ഡ്രോപ്പ് വീതം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ബ്രഷ് എടുത്തിട്ട് അത് യെല്ലോ നെയിൽ പോളിഷിൽ നന്നായിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുക. അതിൻ്റെ അറ്റത്തായിട്ട് ജസ്റ്റ് ഒന്ന് റെഡ് നെയിൽ പോളിഷും കൂടെ ഡിപ്പ് ചെയ്യാം. ഓൾറെഡി ഞാൻ വൈറ്റ് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഫ്ലവർ ചെയ്തെടുക്കാം. ഡബിൾ ഷെയ്ഡിലുള്ള ഫ്ലവർ നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ ബ്ലാക്ക് നെയിൽ പോളിഷ് യൂപ്പിനിൽ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഡോട്ട്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ഹാഫ് ഫ്ലവർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഫിംഗറിൽ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ റെഡും യെല്ലോയും ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഷെയ്ഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും. വേറെ ഏതെങ്കിലും ഷെയ്ഡിൽ ഈ സെയിം ഡിസൈൻ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം. എല്ലാ ഫിംഗറിലും ഞാൻ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലിയർ കൂടി അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് ഫിനിഷ് ചെയ്യാം. ക്ലിയറും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ലുക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ഡിസൈനിലേക്ക് പോകാം. നെക്സ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് ബ്രൗൺ ഷെയ്ഡും സിൽവർ ഷെയ്ഡുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബ്രൗൺ ഷെയ്ഡാണ് ആദ്യം എടുക്കുന്നത്. ഇത് എല്ലാ ഫിംഗറിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഷെയ്ഡ് ഒരു കോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും വലിയ കുഴപ്പമില്ല. എങ്കിലും രണ്ട് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും. എല്ലാ ഫിംഗറിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സിൽവർ നെയിൽ പോളിഷ് എടുക്കാം. ഇതുപോലെ ഒരു ബ്രഷും ഞാൻ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് സിൽവർ നെയിൽ പോളിഷ് ബ്രഷിൽ എടുത്തിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. സൈഡിലൂടെ ഇതുപോലെ വരച്ചെടുത്തിട്ട് നമുക്കൊരു ട്രയാങ്കിൾ ആക്കി എടുക്കാം. സിൽവർ നെയിൽ പോളിഷ് ബ്രഷിൽ എടുത്തിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ലൊരു ഗ്ലേസിങ് കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് ഫിംഗറിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഇൻഡെക്സ് ഫിംഗറിൽ മാത്രം ഈ ഒരു ഡിസൈൻ അല്ല കൊടുക്കുന്നത്. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. കുറച്ച് തിക്കായിട്ട് തന്നെ സിൽവർ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്മോൾ ഫിംഗറിൽ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. ഒരു പാർട്ടിക്കോ ഫംഗ്ഷനോ ഒക്കെ പോകുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഈ ഫിംഗറിൽ ഇതുപോലെ ജസ്റ്റ് നെയിൽ പോളിഷിൻ്റെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ സ്മോൾ ബ്രഷ് വെച്ചിട്ട് കുറച്ച് തിക്കായിട്ട് ഞാൻ സിൽവർ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സിൽവർ കളർ കുറച്ച് തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തെങ്കിലേ നല്ലൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ടോപ്പ് കോട്ടും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഡിസൈൻ ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.